ഹരേ കൃഷ്ണ. ശംഖചക്ര ഗദാപത്മധാരിണം ശ്രീധരം ഹരിം. ചതുർബാഹുവായ മഹാവിഷ്ണുവിന്റെ കൈകളിൽ നമുക്ക് കാണാനാകും പാഞ്ചജന്യം എന്ന ശംഖും സുദർശനം എന്ന ചക്രവും കൗമോദകി എന്ന ഗദയും താമരപ്പൂവും. ശംഖ് ഓംകാരധ്വനിയാണ് പുറപ്പെടുവിപ്പിക്കുക. മനസ്സിനെ ഇത് ശുദ്ധമാക്കുന്നു. ധർമ്മത്തിലധിഷ്ഠിതമായ ഏത് കർമ്മവും ചെയ്യാനുള്ള ബലം നമുക്ക് തരുന്നു. സുദർശനം എന്നാൽ നല്ലതിനെ മാത്രം കാണാൻ സാധിക്കുന്നത് എന്നതാണ്. ദിവ്യമായ ഒരു ആയുധമാണ്. നല്ലതിനെ കാണണമെങ്കിൽ അജ്ഞാനത്തെ നശിപ്പിക്കുക തന്നെ വേണം. അജ്ഞാന നാശകാരിയാണ് സുദർശനം. കൗമുദി എന്ന ഗദ അന്തർബലത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. ജ്ഞാനം ഉള്ളവനെ ധൈര്യം ഉണ്ടാവുകയുള്ളൂ. അന്തർബലം പ്രവർത്തന വിജയത്തിന് ഒഴിച്ചുകൂടാനാവാത്തതാണ്. താമര ഉണ്ടാകുന്നത് ചെളിയിലാണെങ്കിലും വളരെ പരിശുദ്ധമാണ് താമരപ്പൂവ്. അതുപോലെ വേണം നമ്മൾ ഈ ലോകത്ത് ജീവിക്കാൻ. യാതൊരു വിധത്തിലുള്ള മായയും നമ്മളിൽ ഏൽക്കരുത്. അതിന് മനസ്സ് പരിശുദ്ധമാവണമെന്ന് താമരയും കാണിച്ചു തരുന്നു. ഇതാണ് ശംഖുചക്രഗദ പത്മങ്ങളുടെ തത്വം. സർവം കൃഷ്ണാർപ്പണം.